എന്ത് സന്ദേശമാണ് കൊടുക്കാൻ പോകുന്നത്? BJP ഒരു വരേണ്യ പാർട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ കൈകളിലേക്ക് വടിയെടുത്ത് കൊടുക്കല്ലേ രാജീവ് ചന്ദ്രശേഖർ, ഈ പുതിയ ടീം രാജീവ് ചന്ദ്രശേഖരെ സെറ്റ് ചെയ്തതിലൂടെ സംഭവിച്ചിരിക്കുന്നത്? അപ്പോൾ എല്ലാം ഈ പറയുന്ന നായർ മേനൻ കാറ്റഗറിയിലേക്ക് മാറ്റുമ്പോൾ 50% ഭാരവാഹികൾ ആ കാറ്റഗറിയിലേക്ക് മാറുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത്, എനിക്ക് കെ സുരേന്ദ്രനോടുള്ള ഒരു എല്ലാ വിയോജിപ്പുകളും ഉള്ളപ്പോഴുമുള്ള ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പരിഗണന എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഈ ജെൻഡർ ഈക്വാലിറ്റി നടപ്പിലാക്കാൻ വേണ്ടി വലിയ തരത്തിൽ നാരീശക്തിയെക്കുറിച്ച് നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ പറയുന്നുണ്ടല്ലോ. സ്ത്രീ സംവരണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന പാർട്ടിയല്ലേ. ഇന്നിപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ എത്ര സ്ത്രീകളുണ്ട്? 4 പേര്. കെ സുരേന്ദ്രൻ്റെ കാലത്തോ 6 പേര്. എന്താ 2 പേര് കുറഞ്ഞു പോയത്? ആരെയൊക്കെ ഒഴിവാക്കിയിരിക്കുന്നത്? ഇപ്പോൾ VT രമയെ പോലെ ഒരു നേതാവിനെ ഒഴിവാക്കിയിരിക്കുന്നു. TP സിന്ധുമോളിനെ പോലെ ഒരു നേതാവിനെ ഒഴിവാക്കിയിരിക്കുന്നു. എന്ത് സന്ദേശമാണ് കൊടുക്കാൻ പോകുന്നത്? അശ്വിനി ജില്ലാ പ്രസിഡന്റ് ആയിരുന്നില്ലേ? 4 പ്രധാനപ്പെട്ട ജില്ലകളുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അന്ന് സുരേന്ദ്രൻ്റെ കാലത്ത് വനിതകളുണ്ടായിരുന്നു. 4 പ്രധാനപ്പെട്ട ഇടങ്ങളിൽ വനിതകൾ തന്നെ ജില്ലാ പ്രസിഡന്റുമാരായിട്ട് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 6 പേർ സംസ്ഥാന നേതൃ ഭാരവാഹി പട്ടികയിലുണ്ടായിരുന്നു. പ്രമീള ദേവി, ശോഭാ സുരേന്ദ്രൻ, VT രമ, രേണു സുരേന്ദ്രൻ, അതേപോലെ രേണു സുരേഷ്, രാജീവ് പ്രസാദ്, സിന്ധുമോൾ. ഇതായിരുന്നു കെ സുരേന്ദ്രൻ്റെ കാലത്ത്. അവിടെ നിന്നാണ് സ്ത്രീകളുടെ പട്ടികയിലും വെട്ടിനിരത്തിലുണ്ടാവുന്നു. സാമുദായിക സന്തുലിതാവസ്ഥ ഇല്ലാതാവുന്നു.